السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചൊല്ലി, ഓ ആയിഷ, നീನು ಹೊರಗರ ಟೈಮಲ್ಲಿ ಈ 4 ಕಾರ್ಯ ಆಕಾಂಡ ನೀನು ಹೊರಗೋಗುತ್ತೀರ. എപ്പോഴും ഡെയിലി ഈ 4 ಕಾರ್ಯ ആക്കിയിട്ടേ നീ ഉറങ്ങുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചൊല്ലി. ഏതായിരിക്കട്ടെ ആ 4 കാര്യം. ഒന്നാമത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ചൊല്ലി, ഓ ആയിഷ, ನೀನು ಹೊರಗಿರೋ ಟೈಮಲ್ಲಿ ನೀನು ಒರ್ಹತ ಓದಿಟ್ಟು ನೀನು ಹೊರಗೋಗುന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ചൊല്ലി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ മുഖം നോക്കിയിട്ട് കേൾക്കടി, എങ്ങനെ നബിയെ ನಾನು ಹೊರಗಡೆ ಟೈಮಲ್ಲಿ ಒರ್ಹತ ಓದ್ರಿ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, നിക്ക് ഒർഹത്ത ഓതിയ പ്രതിഫല കിട്ടണുണ്ടായെങ്കിൽ നാനൊരു സൂറത്ത് ചൊല്ലുന്നുണ്ട്. ആ സൂറത്ത് നീ ഓതിയുണ്ടായെങ്കിൽ കിടക്കര ടൈമിൽ നിക്ക് ഖുർആൻ ഒർഹത്ത ഓതിയ പ്രതിഫല കിട്ടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ചൊല്ലി. ഏതായിരിക്കട്ടെ ആ സൂറത്ത്? ഒന്നാമത് സൂറത്തുൽ ഇഖ്ലാസ്, അത് 3 പക്ക ഓതണം. പിന്നെ ഖുൽ അഊസു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊസു ബിറബ്ബിൻ നാസ്, ഇത് ഓരോ പക്ക ഓതണം. ഇങ്ങനെ നീ ഓതിയേണ്ടായെങ്കിൽ കിടക്കര നേരത്ത് നിക്ക് ഖുർആൻ ഫുള്ളായിട്ട് ഓതിയ പ്രതിഫല കിട്ടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി. ഇതിൽ മനസ്സിലാക്കുക, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കൂ, ഇത് നബി തങ്ങൾ ചൊല്ലി. എന്തരെ ഉറങ്ങുന്ന ടൈമിൽ നിക്ക് ഖുർആൻ ഫുൾ ഓതി പ്രതിഫല കിട്ടുന്നുണ്ടെങ്കിൽ നീ 3 പക്ക ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ല സൂറത്ത്, പിന്നെ ഖുൽ അഊസു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊസു ബിറബ്ബിൻ നാസ് ഓരോ പക്ക ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് 3 പക്ക, ബാക്കിയുള്ള 2 സൂറത്ത് ഓരോ പക്ക. ഓ മുഅ്മിനീങ്ങളെ, ഇനി ഞങ്ങളെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേരെ ഖത്ത ഓതു കൊണ്ട് ചൊന്നിട്ട് കാലി ഈ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊസു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊസു ബിറബ്ബിൻ നാസ് ഓതിങ്ങമയ്യാവില്ല. ഞങ്ങൾ ഫുള്ളായിട്ട് 30 ജുസ് ഓതും. ഇത് ഇടയ്ക്ക് ഒരു ഡൗട്ട് ക്ലിയർ ആക്കുകയായിട്ട് ചൊന്നെ. രണ്ടാമത്തേത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, നീന് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ നീന് അങ്ങനെ പോയിട്ട് പുറത്ത് മാഫാക്കി കേൾക്കും. അതായത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ പോയിട്ട് അങ്ങളോട് ദുആ വസിയത്ത് ചെയ്യുന്നു. അതായത് അയാൾട്ട് നീന് പുറത്ത് മാഫ് കേൾക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഓ നബിയേ, ഞാനെങ്ങനെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ പോയിട്ടും പുറത്ത് മാഫ് കേൾക്കുന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, എങ്കിലും നീന കിടക്കര നേരത്തെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ബേനായിട്ട് നീ ദുആ ചെയ്യണം. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇങ്ങനെ അല്ലേണ്ടായെങ്കിൽ ഇത് ഷോർട്ട് കട്ട് ചെറിയ അറബിയിൽ ചൊന്ന് ഇതും നിങ്ങൾക്ക് ചൊല്ലുക കഷ്ടാവുണ്ടായെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ നക്കനിക്കൽ ബാരിൽ ദുആ ചെയ്യുക. ടൈമിൽ അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്ത് മാഫാക്കി കൊടുക്കണം, അതുപോലെ നിന്റെ ദോഷങ്ങൾ നീ പുറത്ത് മാഫാക്കി കൊടുക്കണം ചൊന്നിട്ടു ഞങ്ങളുടെ ഭാഷയിൽ ദുആ ചെയ്യുക. എങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും പുറത്തും അങ്ങനെ മാഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചൊല്ലി, ഈ ദുആ അറിഞ്ഞിട്ടായെങ്കിൽ ഇക്ക് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ പുറത്തും അങ്ങനെ സമ്മതം കിട്ടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ ചൊല്ലി. മൂന്നാമത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, നീന് ഹജ്ജും ഉംറ ചെയ്തിട്ട് ഡെയിലി കിടക്കും. പിന്നെയും ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുഖം നോക്കും, നബിയെ, ഞാനെങ്ങനെ ഡെയിലി ഹജ്ജും ഉംറ ചെയ്യുന്നു? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ചൊല്ലു, എങ്കിലും നീ കിടക്കര നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചൊല്ലവു. തസ്ബീഹ് ദിക്ർ വറങ്ങര ടൈമിൽ ചൊന്നേണ്ടായെങ്കിൽ നിക്ക് ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ചൊല്ലു. രണ്ടാമത്തേത്
നാലാമത്തെ ലാസ്റ്റ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, ഓ ആയിഷ, ആദം നബി അലൈഹിസ്സലാമുറെ പിടിച്ചിട്ട് അവസാനം നണ്ടേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രവാദിയും എല്ലാ നബിമാരൊട്ടിಗೆ നീ പുറത്തു കേൾക്കുന്നു, അതായത് ഞങ്ങളൊട്ടിಗೆ നീ ഷഫാത്ത് കേൾക്കുന്നു. അപ്പ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഓ നബിയെ, ನಾನು നിങ്ങളെ മാത്രം നോക്കിയിടല്ലേ, അങ്ങനല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, എങ്കിലും നീನು ഡെയിലി കിടക്കുന്ന ടൈമിൽ നന്റെ മേൽ നീನು 10 സ്വലാത്ത് ചൊല്ലു, എങ്കിൽ നിനക്ക് എല്ലാ നബിമാരെ ഷഫാഅത്ത് കിട്ടുന്നുണ്ട്, അങ്ങനെ പുറത്തും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ 4 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരും മിസ്യൂസ് ആക്കണ്ട. എല്ലാം നല്ല വലിയ പ്രതിഫലം, ചെറിയ ഒരു കാര്യമാക്കി വലിയ പ്രതിഫലം കിട്ടാനായിട്ട് ഈ 4 കാര്യം അള്ളാഹു ഞങ്ങൾ ഇത് ആക്കുകയും ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.